السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവസാന കാലഘട്ടത്തിലാണ് യജൂജ് മഅജൂജിന്റെ ശല്യം ഉണ്ടാവുക എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാനമായി ആ ശല്യവുമായി വന്നിരിക്കുകയാണ്. യജൂജ് മഅജൂജ് എന്നുള്ള ആ ശക്തികൾ, ആ സംഭവം, അത് ലോകത്തെ ഒട്ടുമിക്ക സംഘടനകളുടെയും ഒട്ടുമിക്ക മതസമൂഹങ്ങളുടെയും വിശ്വാസ ചരിത്രത്തിന്റെയോ പുരാണ രേഖകളുടെയോ ഭാഗമായിട്ട് കഥകളായും അന്ധവിശ്വാസങ്ങളായും അനാചാരങ്ങളായും ആദർശങ്ങളായും പേടി സ്വപ്നമായും ഭീഷണിയായും അവരുടെ രചനകളിലൂടെ കാലങ്ങളായി വന്നുപോയിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിലും വർത്തമാനത്തിലും ഭാവിയിലും യജൂജ് മഅജൂജ് പ്രതിഭാസം നമ്മോടൊപ്പം തന്നെയുണ്ട് എന്ന ഭാഷയിലാണ് ഇസ്ലാമിക പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഖുർആനുമൊക്കെ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. യജൂജ് മഅജൂജ് എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ ദുൽഖർനൈൻ, അതുപോലെ കെട്ട് തുടങ്ങിയ വിഷയങ്ങളെ പരാമർശിക്കാതെ പറ്റില്ല. ഈ വിഷയം യജൂജ് മഅജൂജ് എന്ന ശക്തികളെ കുറിച്ച് അള്ളാഹു പറയുന്നത് തന്നെ ചരിത്രാതീത കാലഘട്ടത്തിലെ ഒരു മഹാനായ ചക്രവർത്തിയുടെ ആത്മാർത്ഥമായ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. എന്ന് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈ സൂറത്തുൽ കഹഫ് ഇറങ്ങാൻ തന്നെ കാരണം മക്കയിലെ മുശ്രിക്കുകൾ എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കണമെന്ന തന്ത്രവുമായി ചിന്തയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ അവർ യഹൂദികളെ കണ്ടുമുട്ടി. അവർ വിചാരിച്ചത് തൗറാത്തിന്റെ അഹലുകാരാണ്, അവരടുത്ത് പോയാൽ കുറെ ചോദ്യങ്ങൾ കിട്ടും. അങ്ങനെ അവരെ സമീപിച്ചപ്പോൾ യഹൂദികൾ അവർക്ക് പറഞ്ഞു കൊടുത്ത 3 കാര്യങ്ങളാണ്. 3 ചോദ്യങ്ങൾ നബിയോട് ചോദിക്കാൻ വേണ്ടി മക്കയിലെ യഹൂദികൾ മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. സലൂഹു അൻ ഫിത്യത്തിൻ ദഹബു ഫിദ്ദഹരിൽ അവ്വൽ. പണ്ട് കാലത്ത് മറഞ്ഞുപോയ ഒരു സംഘം യുവാക്കളെ കുറിച്ച് നബിയോട് ചോദിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. സലൂഹു അൻ റജുലിൻ തവാഫിൻ ബലഗ മശാരിഖൽ അർളി വ മഗാരിബഹ. ലോകം പ്രപഞ്ചം മുഴുവൻ കീഴടക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹം നബിയോട് ചോദിക്കും. വസലൂഹു അനിർ റൂഹ്. ഈ 3 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി യഹൂദികൾ മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മുശ്രിക്കുകൾ നബിയോട് ചോദിച്ചപ്പോൾ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരത്തിന്റെ ഭാഗമായിട്ടാണ് സൂറത്തുൽ കഹഫ് അല്ലാഹു തആല ഇറക്കുന്നത്. അങ്ങനെ വയസ്അലൂനക അനിൽ ഖർനൈൻ എന്ന് തുടങ്ങിയ വകാന വഅദു റബ്ബി ഹഖ്ഖ. സൂറത്തുൽ കഹഫിലെ 83-ാം ആയത്ത് മുതൽ ഏകദേശം 98-ാം ആയത്ത് വരെയുള്ള ആ സംഭവത്തിലൂടെ, ആ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഖർനൈനിയെ കുറിച്ചും അദ്ദേഹം ഉണ്ടാക്കിയ ആ വലിയ മതിൽക്കെട്ടിനെ പറ്റിയും യജൂജ് മഅജൂജ് എന്ന ശക്തികളെ കുറിച്ചും നല്ല രീതിയിൽ ഒരു ചിത്രീകരണം നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വയസ്അലൂനക അനിൽ ഖർനൈൻ, ദുൽഖർനൈനിയെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കും. അപ്പൊ ആരായിരുന്നു ദുൽഖർനൈൻ? ദുൽഖർനൈനി എന്ന വ്യക്തി ആരായിരുന്നു? ചരിത്രാതീത കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ആ വ്യക്തി യഥാർത്ഥത്തിൽ അതിന്റെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്തായിരുന്നു എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം റാദി പറയുന്നു, 3 അഭിപ്രായങ്ങൾ അദ്ദേഹം തഫ്സീർ റാദിയിൽ പറയുന്നുണ്ട്. ഒന്ന്, ഇസ്കന്ദർ ബിൻ ഫിലിപ്പോസ്, നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെട്ട റോമയിലെ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റ്. രണ്ടാമത്തെ അദ്ദേഹം എടുക്കുന്ന അഭിപ്രായം അബൂബക്കർ അൽ ഹിമ്യരി അൽ യമനി, അബൂബക്കർ ആണെന്നും അഭിപ്രായമുണ്ട്. അദ്ദേഹം മലക മശാരിഖൽ അർളി മഗാരിബഹ, പണ്ട് കാലത്ത് യമനിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അബൂബക്കർ ബിൽ ഹിമ്യരി അൽ ഇഫ്രീഖസ് അൽ ഹിമ്യരി എന്ന് പറയുന്ന രാജാവായിരിക്കാം ഈ ദുൽഖർനൈനി എന്ന് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം അബ്ദുൽ സാലിഹ് മല്ലകഹുല്ലാഹു അഅതാഹു അൽ ഇൽമ വൽ ഹിക്മ വ അൽബസഹു അൽ ഹൈബ. അല്ലാഹു തആല എല്ലാവിധ സുഖ സൗകര്യങ്ങളും അധികാരവും ശക്തിയും വിജ്ഞാനവും നൽകിയ, ആദരവും ബഹുമാനവും നൽകിയ ഒരു നല്ല അബ്ദായിരുന്നു എന്ന്. ഈ അഭിപ്രായങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട്
ഇമാം റാസി തങ്ങൾ അലക്സാണ്ടർ ആണ് എന്നുള്ള അഭിപ്രായത്തെയാണ് അദ്ദേഹം മുന്തിക്കുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹം തന്നെ അതിന്റെ അവസാനമായിട്ട് ഒരു താറുത് പറയുന്നുണ്ട്, എഴുത്തിരാത് പറയുന്നുണ്ട്. കാരണം നാം അറിയുന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റ് ചരിത്ര അധ്യയന കാലത്ത്, ചരിത്രം രേഖപ്പെടുത്തപ്പെടാൻ തുടങ്ങിയ കാലത്ത് ജീവിച്ച ചക്രവർത്തിയാണ്. അദ്ദേഹം ദുൽഖർനൈൻ ചരിത്രം രേഖപ്പെടുത്താൻ തുടങ്ങിയ കാലത്തിന് മുന്നേ പണ്ടെന്നോ 4000 വർഷങ്ങളെന്ന് ഏകദേശം പറയുന്നു, BC 4000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയുന്നു. അന്ന് ജീവിച്ചു പോയ ഒരു വ്യക്തിയാണ് ഒന്ന്. രണ്ടാമത്തെ അഭിപ്രായം, അലക്സാണ്ടർ ദി ഗ്രേറ്റ് ബിംബാരാധകനായിരുന്നു. ഒന്നിലധികം ദൈവങ്ങളുണ്ടായിരുന്നു. ദുൽഖർനൈനിക്ക് ഒരൊറ്റ ദൈവം, ഒരൊറ്റ ഇലാഹ് മാത്രമുണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിം ആയിരുന്നു. 3, അലക്സാണ്ടർ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിരുന്നു. അരിസ്റ്റോട്ടിൽ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ദുൽഖർനൈനിയും അരിസ്റ്റോട്ടിലും അലക്സാണ്ടറും ഒന്നല്ല എന്നാണ് ബാക്കിയുള്ള പണ്ഡിതന്മാർ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നത്. എന്നാൽ ഫീ ദുലാൽ ഖുർആനിൽ സയ്യിദ് ഖുത്ബ് ഈ വിഷയത്തെ സമീപിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. പൊതുവെ അദ്ദേഹം എല്ലാ രീതിയിലും ചരിത്ര സംഭവങ്ങളെ ഉദ്ധരിക്കുന്നിടത്തൊക്കെ സയ്യിദ് ഖുത്ബ് സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. എവിടെയും തൊടാൻ ഖുർആനിൽ മാത്രം, അല്ലെങ്കിൽ വ്യക്തമായ നസ്സുള്ള ഹദീസോ അല്ലെങ്കിൽ ഖുർആന് മാത്രം അവലംബിച്ചിട്ട് അദ്ദേഹം അത്തരം സംഭവങ്ങളെ വിവരിക്കാറുള്ളൂ. അദ്ദേഹം പറയുന്നത് നസ്സുൽ ഖുർആൻ ലാ യസ്റു ഷൈഅൻ അൻഹു. ദുൽഖർനൈനിയെ കുറിച്ച് ഖുർആൻ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഇതൊരു ചരിത്ര സംഭവമാണ്. ഖുർആനിന്റെ ലക്ഷ്യം ചരിത്രം ക്രോഡീകരിക്കലല്ല, ഡേ ബൈ ഡേ എന്ന രീതിയിൽ ക്രോഡീകരിക്കലല്ല, മറിച്ച് അൽ ഇബ്റത്തുൽ മുസ്തഫാദ, ഇത്തരം സംഭവങ്ങളിലൂടെ എടുക്കേണ്ട പാഠമാണ് ഖുർആനിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അത്തരം നമ്മൾ ആ രീതിയിൽ മാത്രം ഈ വിഷയത്തെ കണ്ടാൽ മതി എന്നാണ് സയ്യിദ് ഖുത്ബ് ഫീ ദുലാൽ ഖുർആനിൽ പറയുന്നത്. പിന്നെ നമുക്കറിയാം ഷെയ്ഖ് ആലൂസിയുടെ റൂഹുൽ മആനിയിൽ ഇതേപോലെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു വേറെ അഭിപ്രായം കൂടെ അദ്ദേഹം പറയുന്നു, മലക്കാണെന്ന്, ദുൽഖർനൈൻ മലക്കാണെന്ന് ഒരു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിന് ഒരു ഉപോത്ബലകമായിട്ട് ഒരു ദഈഫായ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റുവിയാൻ ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റജുലൻ യഖൂലു യാ ദുൽഖർനൈൻ فقال عمر ما كفاكم أن تسموا بأسماء الأنبياء حتى تسميتم بأسماء الملائكة. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ദുൽഖർനൈനിയെ എന്ന് പേരിട്ട് വിളിച്ചു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ശോഭിച്ചുകൊണ്ട്, നിങ്ങൾ മലക്കളുടെ പേരിട്ടാണോ ഈ വ്യക്തിയെ വിളിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോഴും മതിയായില്ല എന്നൊരു രീതിയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് പ്രതികരിച്ചത്. ഈ സംഭവത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം മലക്കായിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന്. എന്നാൽ ഇബ്നു കസീറിൽ നമുക്ക് മുഅത്തമദാക്കാൻ പറ്റിയ അഭിപ്രായം, ഇദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുആസിറായിരുന്നു, ആ കാലത്ത് ജീവിച്ച ആളായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന ദുൽഖർനൈൻ ദഖല മസ്ജിദുൽ ഹറാം. ദുൽഖർനൈൻ മസ്ജിദുൽ ഹറാമിലെത്തി, ഫസല്ലമ അലാ ഇബ്രാഹിം അലൈഹി സ്വലാം വസാഫഹഹു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സലാം ചെയ്ത് മുസാഫഹത്ത് ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുസാഫഹത്ത് അല്ലെങ്കിൽ മുആനഖത്ത് തുടങ്ങിയത് ഇദ്ദേഹമാണെന്നും പണ്ഡിതന്മാർ പറയുന്നു. വയുഖാലു ഇന്നഹു അവ്വലു മൻ സാഫഹ. ഇതാണ് മുഅത്തമദായ അഭിപ്രായം എന്നാണ് പൊതുവെ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ദുൽഖർനൈനി എന്ന പേര് ലഭിച്ചു? അതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 2 നൂറ്റാണ്ട് ജീവിച്ചത് കൊണ്ട് ദുൽഖർനൈൻ, അല്ലെങ്കിൽ ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ 2 ഘട്ടത്തിൽ എല്ലാ മേഖലയിലും കീഴടക്കിയത് കൊണ്ട് കർണൈൽ ശംസ് ഓർ കർണൈൽ അർദ്. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കിരീടത്തിൽ 2 കൊമ്പ് പോലെയുള്ള ഒരു വസ്തു ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന് കുറെ കഴിവുകൾ അള്ളാഹു കൊടുത്തിരുന്നു, വിജ്ഞാനം കൊടുത്തിരുന്നു. അദ്ദേഹം ജിയോഗ്രഫിക്കൽ ബേസ് അറിയാവുന്ന ചക്രവർത്തിയായിരുന്നു. അക്ഷാംശ ധ്രുവാംശ രേഖകൾ മനസ്സിലാക്കി കാലാവസ്ഥ വ്യതിയാനങ്ങൾ തിരിച്ചറിഞ്ഞ് സഞ്ചരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ഭൂമിയുടെ നാനാഭാഗത്തും സഞ്ചരിച്ചത്. ഇത്തരം കഴിവുകളൊന്നും അലക്സാണ്ടർക്കുണ്ടായിരുന്നില്ല. അലക്സാണ്ടർ ഈ വിഷയത്തിൽ ജിയോഗ്രഫിക്കൽ ബേസ് മനസ്സിലാക്കുന്നതിൽ അല്പം പരാജയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് റഷ്യയിൽ വെച്ച് ശത്രുക്കൾ അദ്ദേഹത്തിന്റെ സൈന്യത്തെ ചവിട്ടി അരച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ കപ്പലിൽ താനെ മരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്.
അദ്ദേഹം നടത്തിയ യാത്രകൾ ഖുർആൻ പറയുന്നുണ്ട്. രണ്ട് മൂന്ന് യാത്രകൾ നടത്തിയെന്ന ഒരു പറയുന്നുണ്ട്. 3 ഘട്ടമാണെന്നും 4 ഘട്ടമാണെന്നും. മഗ്രിബ് ശംസ്, മത്ലഉ ശംസ്. ഹത്താ ഇദാ ബലഗ മഗ്രിബ് ശംസ് വജദഹാ തഗ്രിബു ബി ഹൈനിൻ ഹമിഅ. അദ്ദേഹത്തിന്റെ സഞ്ചാരപഥത്തിൽ അദ്ദേഹം മുന്നേറിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന മഗ്രിബ് ശംസിലെത്തി. ഈ മഗ്രിബ് ശംസ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പൊതുവെയുള്ള അഭിപ്രായം, പ്രബലമാക്കാവുന്ന അഭിപ്രായം, ഭൂമിയുടെ എന്ന് വെച്ചാൽ അന്ന് അറിയപ്പെട്ട ഭൂമിയുടെ ഏറ്റവും പടിഞ്ഞാറ് അറ്റത്തുള്ള ഒരു സ്ഥലമായിരുന്നു, ഏറ്റവും പടിഞ്ഞാറ് അറ്റത്തുള്ള കടൽ തീരമായിരുന്നു എന്ന്. അങ്ങനെ സയ്യിദ് പറയുന്നു, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തിന്റെ അങ്ങേ അറ്റത്താണ് ഈ ദുൽഖർനൈൻ എത്തിയത്. അങ്ങനെ അവിടെ നിന്ന് നോക്കിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് സാധാരണ കടൽ നമുക്കറിയാം, കടൽ അസ്തമിക്കുമ്പോൾ വെള്ളത്തിൽ അസ്തമിക്കുന്നത് പോലെയാണ് തോന്നുക. അതുകൊണ്ട് ഫി ഐനിൻ ഹമിഅത്തിൻ, അവിടെ ചൂടുള്ള ഏരിയ ആണ്. ഭൂമിയുടെ പടിഞ്ഞാറ് പോകുന്നതോറും ചൂടേറുമെന്ന് ചില ശാസ്ത്രകാരന്മാർ നിരീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തിന്റെ അങ്ങേ അറ്റത്താണ് ഇദ്ദേഹം എത്തിയത് എന്നാണ് ഈ മഗ്രിബ് ശംസ് കൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വിചാരിച്ചത് കര അവിടെ അവസാനിക്കുകയാണ്, ഇനി അപ്പുറത്തേക്ക് ഒരു ലോകമില്ല എന്ന്. എന്നാൽ ജോർദാനിയനായ ഒരു എഴുത്തുകാരൻ അബ്ദുള്ള അൽ ഷുറൈജി, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, റഹ്ലത്ത് ദുൽഖർനൈൻ ഇലൽ മശ്രിഖ്, കിഴക്കോട്ടുള്ള യാത്ര. അതിൽ അദ്ദേഹം മഗ്രിബ് ശംസായിട്ട് പറയുന്നത് ഇസിക്കൂൾ എന്നൊരു തടാകമുണ്ട് കിർഗിസ്ഥാൻ രാജ്യത്തിന്റെ തീരത്തായിട്ട്, കാസ്പിയൻ കടലിന് അടുത്തുള്ള ഒരു ഏരിയയിൽ ഇസിക്കൂൾ എന്ന് പറയുന്ന തടാകമുണ്ട്. ആ തടാകമാണ് ഈ ഐനുൽ ഹമിഅത്ത് എന്ന്. അടുത്തത് അദ്ദേഹം നടത്തിയ യാത്ര മത്ലഉ ശംസ്, പടിഞ്ഞാറ് ഭാഗത്തേക്കായിരുന്നു. ഹത്താ ഇദാ ബലഗ മത്ലഉ ശംസ് വജദ ഇൻദഹ ഖൗമ. എവിടെയാണ് ഈ മത്ലഉ ശംസ്? സൂര്യൻ ഉദിക്കുന്ന സ്ഥലം. അവിടെ അവരെ മറക്കാനായിട്ട് വസ്ത്രങ്ങൾ, അവർ നഗ്നരായിരുന്നു, അല്ലെങ്കിൽ മിൻ ദുനിഹ സിത്ര എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. അവരെ വെയിലിൽ നിന്ന് തടയാനായിട്ട് ഒരു മറകളും അവിടെ ഇല്ലായിരുന്നു. അത്തരം ഒരു സ്ഥലമാണ് ഈ മത്ലഉ ശംസ് എന്ന്. അതിന്റെ ഉദ്ദേശം അവിടെ വീടുകളോ ബിൽഡിങ്ങുകളോ മരങ്ങളോ പർവ്വതങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട ഏരിയ ആയിരിക്കണം ഇദ്ദേഹം എത്തിപ്പെട്ടത് എന്ന്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് ആഫ്രിക്കയുടെ അറ്റത്തുള്ള മരുഭൂമിയാകാം, അതുമല്ലെങ്കിൽ ചൈനയുടെയോ റഷ്യയുടെയോ കിഴക്കേ അറ്റത്തുള്ള ഒരു മരുഭൂമിയുണ്ട്. അവിടെ ആ മരുഭൂമിയോ അല്ലെങ്കിൽ മരങ്ങളൊന്നുമില്ലാത്ത സമതല പ്രദേശത്തോ ആണ് ഇദ്ദേഹം മത്ലഉ ശംസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത് എന്നാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ഇദ്ദേഹത്തിന്റെ യാത്രയെ പറ്റി പറയുന്നത്, ഇദ്ദേഹം മഗ്രിബ് ശംസ് ബ്ലാക്ക് സീ കരിങ്കടലും മത്ലഉ ശംസ് സൂര്യൻ ഉദിക്കുന്ന സ്ഥലം കാസ്പിയൻ കടലുമാണെന്ന്. ഈ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ പേരും. അദ്ദേഹം പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു, കാസ്പിയൻ കരിങ്കടലിനടുത്തെത്തി. അങ്ങനെ പിന്നീട് യാത്ര ചെയ്ത അദ്ദേഹം കാസ്പിയൻ തീരത്തെത്തി എന്നാണ്. അതിന് ചരിത്രകാരന്മാർ ഒരു മാപ്പ് വിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ഭൂമിശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കിയ ഒരു മാപ്പാണിത്. ഇത് കരിങ്കടൽ, ഇത് കാസ്പിയൻ കടൽ. ഇദ്ദേഹം ഇവിടെ നിന്ന് യാത്ര തിരിച്ചു, മഗ്രിബ് ശംസിലെത്തി. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ പറന്നു കിടക്കുന്ന കരിങ്കടലാണ്. അദ്ദേഹം വിചാരിച്ചു ഇതായിരിക്കും ലോകത്തിന്റെ അറ്റം, ഇവിടെ ആ സൂര്യൻ വെള്ളത്തിൽ അസ്തമിക്കുകയാണ്. അങ്ങനെ പിന്നീട് അദ്ദേഹം യാത്ര ചെയ്ത് കാസ്പിയൻ സീ ഇവിടേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുകയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഇവിടെ വെച്ചാണ് സൂര്യൻ ഉദിക്കുന്നതും ഇവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നതും എന്ന്. ഇതാണ് പൊതുവെ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള ഒരു അഭിപ്രായം. അതിന് നീട്ടിപ്പറഞ്ഞ പറഞ്ഞ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അങ്ങനെ അദ്ദേഹം ബൈന സദ്ദൈൻ, അദ്ദേഹം പിന്നീട് യാത്ര തിരിച്ചു, യാത്ര തുടരുകയാണ്. അങ്ങനെ ബൈന സദ്ദൈൻ അസദ് അറദും കെട്ടിന്റെ സ്ഥലത്തെത്തി, ബൈന സദ്ദൈനി എന്ന സ്ഥലത്തെത്തി. ആ സ്ഥലം ഏതാണെന്നുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ആ സ്ഥലത്താണ് അദ്ദേഹം മതിൽ കെട്ടിയത്, ആ മതിലിനപ്പുറത്തുള്ള ശത്രുക്കളെ തടയാനായി. ആ സ്ഥലമാണ് നമ്മുടെ ഫോക്കസ്. നാഹിയത്ത് ഷിമാൽ, ഭൂമിയുടെ വടക്കേ അറ്റത്തുള്ള ഒരു ഭാഗമാണെന്നാണ് ഒരു അഭിപ്രായം. പക്ഷെ ഭൂരിപക്ഷ അഭിപ്രായം ജബലാനി ബൈന അർമീനിയ അദർബൈജാൻ, യൂറോപ്പിന്റെയും ഏഷ്യയുടെയും അതിർത്തിയായി വരുന്ന അദർബൈജാൻ, അർമീനിയ, ജോർജിയ തുടങ്ങിയ ആ സ്ഥലത്തുള്ള 2 പർവ്വതങ്ങളാണ്.
ഈ പർവ്വതങ്ങൾ തന്നെ നമുക്ക് അവിടെ വലിയ കോക്കസസ് എന്ന് പറയുന്ന പർവ്വത നിരകളുണ്ട്. കൂക്കാസ്, അജ്ബാൽ കൂക്കാസ് എന്ന് പറയുന്ന കോക്കസസ് പർവ്വത നിരകളിലുണ്ട്. അവിടെയുള്ള ദാരിയാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കെട്ട് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഈ രാജാവ് ഈ ദുൽഖർനൈൻ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന, സേവനം ചെയ്യുന്ന, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്റെ ഭരണീയരുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിൽ ചോദിച്ചതിനപ്പുറം ചെയ്തു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു, രാജാവായിരുന്നു ഈ ദുൽഖർനൈൻ. അതുകൊണ്ട് തന്നെയാണ് ആ വലിയ ശക്തികളെ, വലിയ പർവ്വതങ്ങളായിരുന്നു ബൈനസദ്ദീൻ എന്നുള്ള വലിയ വളരെ ഉയരം കൂടിയ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ ഈ ആ നാട്ടുകാർ ആവശ്യപ്പെട്ടത് കുൽന ഖാലു യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്. അതിനുശേഷം അവർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു സെദ് കെട്ടിത്തരുമോ എന്നാണ്. സെദ് എന്നുള്ളത് ചെറുതാണ്, ചെറിയൊരു കെട്ട് മാത്രമാണ്. അപ്പോൾ ഈ ചക്രവർത്തി അങ്ങോട്ട് പറഞ്ഞത് ഭരണീയരുടെ അവസ്ഥകൾ മനസ്സിലാക്കി യഥാവിധി പ്രവർത്തിച്ചിരുന്ന രാജാവായിരുന്നു, യഥാവിധി പ്രവർത്തിച്ചിരുന്ന എംപിമാരായിരുന്നു. കിട്ടുന്ന ഫണ്ടെല്ലാം യഥാവിധി മണ്ഡലത്തിൽ ഉപയോഗിച്ചിരുന്നു. ഇങ്ങോട്ട് പറയാതിന് അങ്ങോട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു. അത്രയും സമർത്ഥനായ, ആത്മാർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു. പ്രകടന പത്രികയൊന്നും വേണ്ടിയിരുന്ന പ്രവർത്തനത്തിലൂടെയായിരുന്നു പ്രകടനം കാണിച്ചിരുന്നത്, പത്രികയിലൂടെ ആയിരുന്നില്ല. അത്രയും ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന നിഷ്ഠാമകർമ്മിയായ രാജാവ് ഇവരോട് ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് മറുപടി പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് റദും കെട്ടിത്തരാമെന്ന്. ഈ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിലും ഫില്ല് ചെയ്ത് നിറച്ച് തരാം. ശ്രദ്ധാണെങ്കിൽ ചെറുതാണ്, അത് പോരാ. യജൂജ് എന്നുള്ള രണ്ട് ശക്തികളെ തടുക്കാനായിട്ട് ഈ സെദ് മാത്രം പോരാ. അതുകൊണ്ട് രാജാവ് മനസ്സിലാക്കി അവിടുത്തെ അവസ്ഥകൾ. എന്നിട്ട് അവരോട് അങ്ങോട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് റദും വേണ്ടി തരാം, ഇങ്ങോട്ട് നിന്ന് തരണ്ട. മാത്രമല്ല അവരങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് പൈസ തരാം, ശമ്പളം തരാം. വേണ്ട. അപ്പൊ അദ്ദേഹം അള്ളാഹു എനിക്ക് നൽകിയ ആ സ്വത്ത് അതിനെനിക്ക് എത്രയോ മതിയാവുന്നതാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് കുവ്വത്തിൽ നിങ്ങളുടെ കായികാധ്വാനം, ഉപകരണങ്ങൾ, വസ്തുക്കൾ കൊണ്ട് എന്നെ സഹായിച്ചോളൂ. അല്ല നിങ്ങളുടെ സാമ്പത്തിക സഹായം എനിക്ക് വേണ്ട. എനിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം തന്നെ എത്രയോ ഉണ്ട്. നിങ്ങളിൽ നിന്ന് വേറെ പൈസ എനിക്ക് വേണ്ട. ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ സേവനങ്ങളും എന്റെ മണ്ഡലത്തിൽ, എന്റെ മേഖലയിൽ ഞാൻ ചെലവഴിക്കാമെന്ന് ആ രാജാവ് അങ്ങോട്ട് പറയുകയാണ്. അങ്ങനെയാണ് ആ തൂനി ദുബർ ഹദീദ് അവരോട് പറഞ്ഞു നിങ്ങൾ ഇരുമ്പിന്റെ കട്ടകൾ കൊണ്ടുവന്ന് നിരത്തി വെക്കുക. 2 ദിവസമായിട്ട് ജലദോഷം പിടിച്ച് കിടപ്പിലായിരുന്നു. ഇരുമ്പിന്റെ കട്ടകൾ 1.5 മുഴം നീളവും വീതിയുമുള്ള ഇരുമ്പിന്റെ കട്ടകൾ 50 മുഴത്തോളം വീതിയിൽ അട്ടിവെച്ച് ഉയർത്തി വന്ന് അങ്ങനെ ആ 2 പർവ്വതങ്ങളുടെയും മുകൾ ഭാഗത്തോട് സമമാവുന്ന രീതിയിൽ അദ്ദേഹം നിറച്ച് വെക്കുകയാണ്. ബൈന ഖുദഫൈൻ 2 പർവ്വതങ്ങൾ കൂടിച്ചേരുന്ന ഭാഗം നമുക്കറിയാം ഒരു വി പോലെ ആയിരിക്കും, വി പോലെ ഒരു ചെപ്പ് പോലെ ആയിരിക്കും. ആ ചെപ്പ് പോലെയുള്ള ആ ഭാഗം മൊത്തം അദ്ദേഹം ഇത് ഇരുമ്പ് കട്ടകൾ വെച്ച് നിറക്കുകയാണ്. അതിനു മുന്നേ അദ്ദേഹം അവിടെയുള്ള ഭൂമി നിരീക്ഷിച്ചുകൊണ്ട് ആ ഭൂമിയിൽ പാതകം കീറുകയാണ്. അസ്ഥിവാരം കീറി 50 മീറ്ററോളം കീറിയിട്ട് അവിടെ വലിയ പാറക്കട്ടകളും മരക്കഷ്ണങ്ങളും ചെമ്പും ഉരുക്കിയൊഴിച്ച് പർവ്വതത്തെ പോലെ ആക്കിയെടുത്തു അസ്ഥിവാരം. പിന്നെയാണ് അസ്ഥിവാരത്തിന് മുകളിൽ ഈ ഇരുമ്പ് കട്ടകൾ നിറച്ച് പൊന്തിച്ചു വെച്ച് പർവ്വതത്തിന്റെ സമാനമാകുന്ന, പർവ്വതത്തിന്റെ ഉച്ചിയോട് സമമായപ്പോൾ അത്രയും തുല്യമാവുന്ന രീതിയിൽ 200ഓളം 260ഓളം മീറ്റർ ഉയരമെന്നാണ് പുതിയ കണ്ടെത്തൽ. നാസയുടെയും ഗൂഗിൾ എർത്തിന്റെയും കണ്ടെത്തൽ പറയുന്നത് 260ഓളം മീറ്റർ ഉണ്ടെന്നാണ്. അങ്ങനെ അത്രത്തോളം ഉയരത്തിൽ ഇരുമ്പ് കട്ടകൾ അട്ടിവെച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറയുകയാണ് കാലം പുഹു. ഇതിന് ശേഷം അവരുടെ നാട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ഈ അട്ടിയായി വെച്ച ഇരുമ്പ് കട്ടകൾ ഊതുക. അങ്ങനെ ഹത്ത ഇദാ ജഅലഹു നാറ, ഊതി കാശിയെടുത്ത് ആ തീ കൊണ്ട് വെന്തുരുകിയ ഇരുമ്പ് കട്ടകളുടെ മേൽ ഉഫ്രിഖ് അലൈഹി ഖിത്ര, ഞാൻ ഉരുകിയ ചെമ്പ് കൂടി ഒഴിക്കുന്നു. തീയിൽ വെന്തുരുകിയ ഇരുമ്പ് കട്ടകളുടെ മേൽ ദുൽഖർനൈൻ ഉരുകിയ ചെമ്പ് കൂടി ഒഴിക്കുന്നു. എന്തിനു വേണ്ടിയില്ല? മതാനത്തിഹി വൽ സലാവത്തിഹി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉറപ്പുള്ള, വളരെ സ്ട്രോങ് ആയി ശക്തിയുള്ള ഒരു കെട്ടായി അത് മാറും. അതിനുവേണ്ടിയാണ് അദ്ദേഹം ചെമ്പ് ഉരുക്കിയതും ഒഴിച്ചത്. മാത്രമല്ല പുതിയൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കില്ല എന്നും, തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയും ഉറപ്പ് കൂടാൻ വേണ്ടിയും ദുൽഖർനൈൻ വെന്ത് ചൂടായി നിൽക്കുന്ന 200-260ഓളം മീറ്റർ ഉയരമുള്ള ആ ഇരുമ്പ് കട്ടകളുടെ മേൽ ഉരുകിയ ചെമ്പൊഴിച്ച് അതിനെ പാകപ്പെടുത്തിയെടുത്ത് മലയെ പോലെ 2 പർവ്വതങ്ങളുടെ ഒരു ഭാഗം പോലെ അതിനെ ആക്കിയെടുക്കുകയാണ്.
ഇരുമ്പിന്റെ കൂടെ ചെമ്പ് ചേർത്താൽ ശക്തി കൂടുമെന്നുള്ള സിദ്ധാന്തം ശാസ്ത്രം ഇപ്പൊ അടുത്താണ് കണ്ടെത്തിയത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, വഖാല റജുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് റഅയ്തു സദ്, റസൂലല്ലാഹ് ഞാൻ സദ് കണ്ടു, കെട്ട് കണ്ടിരിക്കുന്നു. ഖാൽ വകൈഫ റഅയ്തുഹു, എങ്ങനെ നീ കണ്ടത്, എന്താ അതിന്റെ രൂപം? ഖാൽ മിസ്ലൽ ബുർദിൽ മുഹബ്ബ തരീഖത്തുൻ ഹംറാ വതരീഖത്തുൻ സൗദാ, വരകളുള്ള പുതപ്പ് പോലെയാണ്, ചുവപ്പും മഞ്ഞയും കറുപ്പും വരകളുള്ള പുതപ്പ് പോലെയാണ് ആ കെട്ടെന്ന്. ഫഖാൽ ഖദ് റഅയ്തുഹു, ഞാനിപ്പോൾ കണ്ടതുപോലെയുണ്ടെന്ന്. ഫത്ഹുൽ ബാരിയിൽ ഇരുമ്പ് കട്ടകളുടെ ഇടയിൽ ചെമ്പ് കൂടി ചേർത്തപ്പോൾ ഇരുമ്പിന്റെ കറുപ്പ് നിറവും ചെമ്പിന്റെ മഞ്ഞയോട് ചേർന്ന ചുവപ്പ് നിറവും കൂടിയിട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ വരകളെ പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വരകളുടെ പുതപ്പ് പോലെയെന്ന് സാഹിത്യാത്മകമായി പറഞ്ഞത്. പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ അബൂ അബ്ദുല്ല അൽ ഇദ്രീസി, നമുക്കറിയാം, വലിയ പണ്ഡിതനായിരുന്നു, ഭൂമിശാസ്ത്രജ്ഞനായിരുന്നു, ചരിത്രകാരനായിരുന്നു, ഗോളശാസ്ത്രജ്ഞനായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും പ്രശസ്തനായ ആ പണ്ഡിതൻ തൻ്റെ ഗ്രന്ഥത്തിൽ അബ്ബാസി ഖലീഫയുടെ കാലത്ത് ഈ കെട്ട് കാണാൻ പോയ സംഘത്തെ പറ്റി പറയുന്നുണ്ട്. ഒരിക്കൽ അബ്ബാസി ഖലീഫ വാസിഖ് ബില്ല തന്റെ സ്വപ്നത്തിൽ ഈ കെട്ട് പൊട്ടിയതായിട്ട് കാണുകയും അദ്ദേഹം അസ്വസ്ഥനാവുകയും ചെയ്യുന്നു. അതിനുശേഷം അവിടെ 30ഓളം ഭാഷകൾ അറിയാവുന്ന സലാമത്ത് തർജുമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ച് അദ്ദേഹത്തെയും 10-60 പേരെയും കൂടെ കൂട്ടി അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ വർഷങ്ങളോളം സഞ്ചരിച്ച് അവിടെ കണ്ടെത്തി, അവിടെ എത്തി, അവിടെ ആ പർവ്വതത്തിന്റെയും ആ കെട്ടിന്റെയും അവസ്ഥകൾ കണ്ടു മനസ്സിലാക്കി തിരിച്ചു വന്ന് പറഞ്ഞു കൊടുക്കുന്ന സംഭവം അബൂ അബ്ദുല്ല അൽ ഇദ്രീസി തന്റെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. നാഷണൽ എയറോനോട്ടിക്സ് സ്പേസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്ക, അതും ഗൂഗിൾ എർത്തും കൂടെ സംയുക്ത സംരംഭത്തിലൂടെ അവർ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു രൂപമാണ്, കെട്ടിന്റെ രൂപമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇത്രയും ഭാഗം ഏകദേശം 2010 അവർ ചെയ്തു തോന്നുന്നു. അവർ പറയുന്നത് 260 മീറ്റർ 262.14 മീറ്റർ ഉയരമുണ്ടെന്നാണ്. അന്ന് 260 മീറ്റർ ഉയരമുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരിക്കും അത്, ഉറപ്പാണ്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഈ അന്ന് നമ്മൾ കാണുന്ന ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അന്ന് ചരിത്രാതീത കാലഘട്ടത്തിൽ ഇത്രയും ഇരുമ്പും ചെമ്പും ഉപയോഗിച്ച് ഇത്രയും ഉയരമുള്ള ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം എത്ര മഹാനായിരിക്കണം, എത്ര കഴിവുണ്ടായിരിക്കണം, എത്ര എല്ലാവിധ ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന് എഴുമുണ്ടായിരുന്നു എന്നാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ദുൽഖർനൈൻ കണ്ടുമുട്ടിയ ജനതയെ പറ്റി ഖുർആൻ വ്യക്തമായി ഒന്നും പറയുന്നില്ല. പക്ഷേ ഒന്ന് പറയുന്നുണ്ട്, ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, അവർ വിവരമില്ലാത്തവരായിരുന്നു എന്ന് മാത്രമല്ല, പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അടിസ്ഥാന ബേസ് പോലും അറിയാത്തവരായിരുന്നു. അതിന്റെ മാനസിക തലം വികസിക്കാത്തവരായിരുന്നു എന്ന് ചരിത്രകാരന്മാർ, അറ്റ്ലാന്റിക് തീരത്തെ കക്കപെറുക്കി നടന്നിരുന്നവരെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ആ യൂറോപ്പിലേക്ക് എങ്ങനെ ഇൽമുണ്ടാകും? പിന്നീട് ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ തിരമാലകൾ ആവേശം കൊള്ളിച്ചുകൊണ്ട് താരിഖ് ബിൻ സിയാദ് സ്പെയിനിലെത്തിയപ്പോൾ അല്ലാതെ അവർക്ക് എങ്ങനെ വിവരം കിട്ടാം? സത്യത്തിന്റെ വിജയമില്ലാതെ, വിജ്ഞാന വിപ്ലവത്തിന്റെ ധ്വനികളില്ലാതെ ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന് പ്രഖ്യാപിച്ച് തങ്ങളുടെ യാത്രാ കപ്പലുകളെല്ലാം കത്തിച്ചു കളഞ്ഞ് ധീരമായ മുന്നേറ്റത്തിലൂടെ കൊർഡോവയും ടോളിഡോയും ഗ്രാനഡയും ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ആ താരിഖ് ബിൻ സിയാദിന്റെ സമർപ്പണത്തിലൂടെയല്ലാതെ എങ്ങനെയാണ് യൂറോപ്പിലേക്ക് വിവരമുണ്ടായത്? അതേ സുഹൃത്തുക്കളെ, മദീനയില്ലെങ്കിൽ യൂറോപ്പില്ല. കൊർഡോവയും ടോളിഡോയും ഗ്രാനഡയും ഇല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഹാർവാർഡും ടെക്സാസും വാഷിംഗ്ടണും ഒന്നുമില്ല. മഹാനായ താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇല്ലായിരുന്നുവെങ്കിൽ ഐസക് ന്യൂട്ടനോ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലോ മറ്റാരും ഒരു ശാസ്ത്രജ്ഞന്മാരും ജനിക്കുമായിരുന്നില്ല. അതെ, ഇൽമെല്ലാം നമ്മുടെ അടുത്തായിരുന്നു, വിജ്ഞാനം നമ്മുടേതായിരുന്നു. പക്ഷേ പിന്നീട് അത് അവർ കരസ്ഥമാക്കി. പിന്നെ ക്രമേണ അവർ അതിന്റെ ഉടമസ്ഥരായി. പിന്നീട് കാലക്രമേണ അവർ നമുക്കെതിരെ ഈ ഇൽമ ഉപയോഗിക്കാനും തുടങ്ങി.
യജൂജ് മഅജൂജ് എന്ന വിഷയം സംസാരിക്കുമ്പോൾ ഇത്തരമൊരു പരാമർശം നമുക്ക് നടത്താതിരിക്കാൻ കഴിയില്ല. അപ്പോൾ യജൂജ് മഅജൂജ് അടുത്ത പോയിന്റ്. അപ്പോൾ ദുൽഖർനൈൻ, സദ്, അദ്ദേഹത്തിന് കണ്ടുമുട്ടിയ ജനത ഞാൻ പറഞ്ഞു അർമീനിയ, അസർബൈജാൻ, ജോർജിയ ഈ ഏരിയയിലുള്ള ജനതയായിരുന്നു. അവർ യൂറോപ്പിന്റെയും ചൈനയുടെയും യൂറോപ്പിന്റെയും റഷ്യയുടെയും ഏഷ്യയുടെയും അതിർത്തി പ്രദേശങ്ങളാണ് ഈ കാണുന്ന സ്ഥലങ്ങൾ. ഏകദേശം ഇതാണ് ആ ഏരിയ. ഇത് ഏഷ്യ, ഇത് യൂറോപ്പ്. യൂറോപ്പിന്റെ അതിർത്തി പ്രദേശങ്ങളായി രാജ്യങ്ങളായി വരുന്ന സ്ഥലങ്ങളാണ് അസർബൈജാൻ, ജോർജിയ, അർമീനിയ. ഇവിടെ തുർക്കി, ഇങ്ങോട്ട് പോയ പേർഷ്യ. ഈ ഏരിയയിലാണ് ദുൽഖർനൈൻ ആ ജനതയെ കണ്ടുമുട്ടുന്നതും. അവിടെ ഏകദേശം ഇവിടെയാണെന്നാണ് പറയുന്നത് കെട്ടുകെട്ടിയ സ്ഥലം. ഇവിടെയാണ് കോക്കസസ് പർവ്വതനിരകളുള്ളത്, ഇവിടെയാണ് ദാരിയാൽ മലയിടുക്കുള്ളത്. അവിടെയാണ് ദുൽഖർനൈൻ കെട്ടിക്കൊടുത്തത് എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. അപ്പോൾ യജൂജ് മഅജൂജിന്റെ അസ്തിത്വം നമുക്കറിയാം. പ്രളയശേഷം ലോകത്ത് മാനവ സംസ്കാരം നിലനിന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ 3 മക്കളിലൂടെയാണ്. അവരുടെ മാത്രമേ നമുക്ക് പിന്നീട് പ്രപഞ്ചത്തിൽ ലോകത്ത് ജനത നിലനിന്നിട്ടുള്ളൂ. ഉലിദലി നൂഹ് അലൈഹി ഇസ്ലാം സാം വഹാം വയാഫിർ. നൂഹ് അലൈഹി ഇസ്ലാമിന് 3 മക്കളുണ്ടായിരുന്നു, സാം, ഹാം, യാഫിർ. ഫഉലിദലി സാമിൻ അൽ അറബ് വഫാരിസ് വറൂം. സാമിൽ നിന്ന് അറബികളും പേർഷ്യക്കാരും റോമക്കാരും ഉണ്ടായി. വഉലിദലി ഹാം അൽ ഖിബ്ത് വൽ ബർബർ വസൂദാൻ. ഹാമിൽ നിന്ന് ഖിബ്ത്, ബർബർ, ബാർബേറിയൻ, കോപ്റ്റിക് വംശജർ, സുഡാനികൾ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കറുത്ത വംശജർ ഉണ്ടായി. വഉലിദലി യഅജൂജ് വമഅജൂജ് വതുർക്ക് വസഖാലിബ. യാഫിത്തിൽ നിന്നും യഅജൂജ്, മഅജൂജ്, തുർക്കികൾ, സഖാലിബ തുടങ്ങിയ ഗോത്രങ്ങൾ ഉണ്ടായി. സാം അബുൽ അറബ്, ഹാം അബുൽ സൂദാൻ, വയാഫിദ് അബുൽ അത്രാഖ്, ഇങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. അങ്ങനെ സാമിൽ നിന്ന് അറബികളും ഹാമിൽ നിന്ന് ആഫ്രിക്കക്കാരും യാഫിത്തിൽ നിന്ന് തുർക്കികളും യജൂജ് മഅജൂജുകളും ഉണ്ടായി എന്ന്. ഈ സാമും ഹാമും കൂടിയ സങ്കരവർഗമാണ് ഇന്ത്യക്കാര്, ശ്രീലങ്കക്കാര് തുടങ്ങിയ ഈ വർഗം. പിന്നെ അമേരിക്കക്കാർ യൂറോപ്പിൽ നിന്ന് കുടിയേറിയവരാണ്. അപ്പൊ ഏകദേശം ലോകത്തെ എല്ലാ ജനതയുമായി ഇവർ വലിയ 2 സമൂഹങ്ങളായിരുന്നു. കബീലത്താനി അദീമത്താൻ. വലിയൊരു അംബ്രല്ലയാണ്, വലിയൊരു കുടയാണ്. ആ കുടക്കീഴിൽ കുറെ സമൂഹങ്ങൾ, കുറെ ജനത, അല്ലെങ്കിൽ വലിയൊരു ഹോൾഡിംഗ് കമ്പനി, ആ കമ്പനിക്ക് കീഴിൽ കുറെ ചെറു കമ്പനികൾ. അതുപോലെയാണ് യജൂജ് മഅജൂജ്. വലിയ 2 സമൂഹങ്ങളാണ്. അവരിൽ ഓരോ യജൂജിലും മഅജൂജിലും വേറെ നിരവധി സമൂഹങ്ങളുള്ള ഒരു 2 വലിയ ഗോത്രങ്ങൾ. ഇവർക്ക് പലതരം വിശേഷണങ്ങളും ചരിത്രകാരന്മാർ നൽകിയിട്ടുണ്ട്. പലതും എക്സാജറേറ്റ് ചെയ്ത് അമിതമായി കൊടുത്തതും എല്ലാം ഉണ്ട്. ഇവർ ബനി ആദമാണ്. അൻ അബീ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم يقول الله تعالى يوم القيامة يا آدم قم فبعث النار من ذريتك فيقول يا رب وما بعث النار. നരകത്തിലേക്കുള്ള സംഘത്തെ പറഞ്ഞയക്കുമെന്ന് ആദം നബിയോട് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ആവശ്യപ്പെടും. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്, അല്ലാഹുവേ, ആരാണ് എന്റെ ദുരിയത്തിന് ബഅസുന്നാർ, നരകത്തിലേക്കുള്ള ജനത ആരാണ്? ഫയഖൂൽ മിൻ കുല്ലി അൽഫിൻ 999 ഇല النار. ഓരോ 1000 പേരിൽ നിന്നും 999 പേർ നരകത്തിലേക്ക്. വവാഹിദുൻ ഇലൽ ജന്ന. ഒരാൾ, ബാക്കിയുള്ള മറ്റേ ആൾ സ്വർഗ്ഗത്തിലേക്ക്. فحينئذ يشيب الصغير وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അപ്പോൾ സഹാബിയോട് ചോദിക്കുകയാണ്, ഖാലു യാ റസൂലല്ലാഹ് അയ്യുനാ ദാലിക്കൽ വാഹിദ്. ആരാണ് നമ്മിലെ ആ ഒറ്റ വ്യക്തി, നമ്മളെ ആ ഒറ്റപ്പെട്ട സമൂഹം ആരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ശിറൂ ഫഇന്ന മിൻകും വാഹിദ. നിങ്ങളിൽ ഒരാൾ, ഒരു കൂട്ടർ സ്വർഗ്ഗത്തിലേക്കുണ്ട്. വമൻ യഅജൂജ വമഅജൂജ അൽഫ. അവരിൽ നിന്ന് 1000 പേര്.
നിങ്ങൾ ഇന്ന് ഒരാൾ സ്വർഗത്തിലേക്കും അവരിന്ന് 1000 പേർ, നിങ്ങൾ ഇന്ന് ഒരു കൂട്ടർ സ്വർഗത്തിലേക്കും അവരിന്ന് 1000 കൂട്ടർ സ്വർഗത്തിലേക്കും. എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന അറബികളുടെ അല്ലെങ്കിൽ അറബികളോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ എത്രയോ ഇരട്ടിയാണ്, 1000 മടങ്ങാണ് യജൂജ് മഅജൂജുകളുടെ സംഖ്യ എന്ന് ഈ ഹദീസിനെ വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. യജൂജ് മഅജൂജിനെ കുറിച്ച് ഒരു ഹദീസ് നമുക്ക് കാണാം. അവരുടെ വിശേഷങ്ങളെ പറ്റി ഒരിക്കൽ വഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യജൂജ മഅജൂജ്, ഞാൻ അവരെ കുറിച്ച് നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം യജൂജ് വമഅജൂജ് ഉമ്മത്താൻ, 2 സമൂഹങ്ങളാണ്. കുല്ലു ഉമ്മത്തിൻ 400,000 ഉമ്മ, ഓരോന്നും 4 ലക്ഷം ജനതയാണ്, 4 ലക്ഷം സമൂഹങ്ങളാണ്. കുല്ലു ഉമ്മത്തിൻ ലാ യഅലമു അദദഹ ഇല്ലല്ലാഹ്, അവരുടെ എണ്ണം അല്ലാഹുവിനല്ലാതെ ആർക്കും തിട്ടപ്പെടുത്താൻ കഴിയില്ല. ലാ യമൂതു റജുലു മിൻഹും ഹത്താ യൂലദ ലഹു അൽഫു ദക്കറിൻ മിൻ സുൽബിഹി കുല്ലുഹും ഖദ് ഹമല സിലാഹ്, ഓരോ യജൂജിൽ നിന്നും മരിക്കുന്നതിന് മുമ്പേ 1000ഓളം ആയുധധാരികളായ യജൂജുകൾ പിറന്നു വീണതിനു ശേഷം മാത്രമേ ഓരോ യജൂജ് മരണപ്പെടുന്നുള്ളൂ എന്ന്. ഖീല യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് അവരെ പറ്റി ഒന്ന് വർണ്ണിച്ചു തരാമോ? ഖാല ഹും സലാസത്തു അസ്നാഫ്, യജൂജ് മഅജൂജുകൾ 3 വിഭാഗമാണ്. സിൻഫുൻ മിൻഹും അംസാലുൽ അർദ്, ഒരു വിഭാഗം പൈൻ മരം എന്ന് പറയും. അർദത്തിന്റെ ജംആണ് അർദ്, സനൂബർ, പൈൻ മരം പോലെ അത്രയും നീണ്ടവരാണ്. അംസാലുൽ അർദ് ഷജറ ബിശാം ഒരു ഷജറ 20 ദിറാ, 120ഓളം മുഴം നീളമുള്ള ഒരു വിഭാഗമാണ് ഒന്ന്. മറ്റൊരു വിഭാഗം നീളവും വീതിയും ഏകദേശം ഒരു മുഴം മാത്രമുള്ള കുള്ളന്മാർ. ഇവരായിരിക്കാം ചിലപ്പോൾ പണ്ട് ജനാർദ്ദൻ സ്വിഫ്റ്റ് തന്റെ ഗളിവേഴ്സ് ആഴത്തിൽ പറഞ്ഞിരിക്കാമെന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ മൂക്കിലും ചെവിയിലും വിരലിലും തലയിലും ഒക്കെ 10-20ഓളം ആൾക്കാർ കയറി എന്നൊക്കെ അദ്ദേഹത്തിന്റെ യാത്രകളെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അന്ന് കണ്ട കുള്ളന്മാർ ഒരു ചാണും ഒരു എന്നൊക്കെ ഉള്ളെന്ന് അദ്ദേഹം അതിൽ പറയുന്നത്. മറ്റൊരു വിഭാഗം ഒരു ചെവി കൊണ്ട് വിരിച്ചു കിടക്കുകയും മറു ചെവി കൊണ്ട് പുതക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പലതരം വിശേഷങ്ങൾ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇത്തരം അവർ ഈ വിഭാഗം ലാ യമറൂന ബിഫീലിൻ വലാ വഹ്ശിൻ വലാ ഖിൻദീരിൻ ഇല്ലാ അകലുഹു, ഏത് വന്യമൃഗത്തെ കണ്ടാലും തിന്നാതെ വിടൂല. ആനയാലും ഏതും അവർ ഒന്നിനെ ഒഴിവാക്കില്ല. മാത്രമല്ല വയക്കുലൂന മാസം മിൻഹും, തങ്ങളിൽ നിന്ന് മരിച്ചു വീഴുന്നവരെ പോലും അവർ ഭക്ഷിക്കും. മുഖദ്ദമത്തുഹും ബിശ്ശാം വസാഖത്തുഹും ബിഖുറാസാൻ, ആ വർഗത്തിന്റെ മുന്നണി ഷാമിലും പിൻഭാഗം പിന്നണി ഖുറാസാനിലുമാണ്. യശ്റബൂന അൻഹാർ ശർഖ് വ ബുഹൈറത്ത് ഖബരിയ, അവർ ഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള എല്ലാ നദികളും കുടിച്ചു വറ്റിക്കും. ഈ 3 മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ് തുടങ്ങിയ 3 പ്രദേശങ്ങളിലേക്ക് അവരെ അള്ളാഹു അടുപ്പിക്കില്ല. ഇതൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്ന ഹദീസുകളിൽ വന്ന വിശേഷങ്ങൾ. മറ്റൊരു അഭിപ്രായം ഇവർ എങ്ങനെ ജനിച്ചു എന്നുള്ളത്, ഒരിക്കൽ ഇത് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബവി ഇമാം മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന, അവർ മാത്രം അംഗീകരിക്കുന്ന ഒരു ഹദീസാണ്. നഖല നബവി അന്ന ആദം അലൈഹിസ്സലാം ഇഹ്തലം, ഒരിക്കൽ വിശ്രമിക്കുമ്പോൾ, പുറത്ത് വിശ്രമിക്കുമ്പോൾ ഇഹ്തലാം ഉണ്ടായി. ഫംതസജത് നുത്ഫത്തുഹു ബി തുറാബ്, മണ്ണുമായിട്ട് നുത്ഫത്ത് ചേർന്നു, കൂടിക്കലർന്നു. അങ്ങനെ ഖുലിഖ മിൻഹാ യജൂജ മഅജൂജ്, അതിൽ നിന്നുമാണ് യജൂജ മഅജൂജ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നബവി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അഭിപ്രായത്തെ ബാക്കി എല്ലാ പണ്ഡിതന്മാരും ഒരു ദഈഫായിട്ടാണ്, ഗരീബായിട്ടാണ് ഗണിച്ചിട്ടുള്ളത്. നബവി ഇമാം അൽ ബിദായത്ത് വൻ നിഹായയിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫയജൂജ മഅജൂജ് ത്വായിബത്തുൻ മിന തുർക്ക്, യജൂജ് മഅജൂജുകൾ തുർക്കി വർഗത്തിൽപ്പെട്ടവരാണ്. വഹും മിസ്ലൽ മുഗോൽ, മംഗോളിയക്കാരെ പോലെയാണ്, മുഗളന്മാരെ പോലെയാണ്, താർത്താരികളെ പോലെയാണ്. വഹും അശദ്ദു ബഅസൻ വ അക്സറു ഫസാദൻ മിൻ ഹഉലാ, ആ വർഗമാണ് അവരിലെ ബാക്കി എല്ലാ കൂട്ടരെക്കാളും വളരെ അപകടകാരികൾ. വഖദ് ഖീല, എന്തുകൊണ്ടാണ് ഈ തുർക്കികൾക്ക് ഈ പേര് വന്നത് എന്ന് അതിൽ 2-3 അഭിപ്രായങ്ങളുണ്ട്. യജൂജ് മഅജൂജുകൾ തുർക്കികൾ ഒരു ഗ്രൂപ്പാണെന്ന് ആദ്യം പറഞ്ഞു.
അവർ മൊത്തം 22 വിഭാഗങ്ങളായിരുന്നു എന്നും 21 വിഭാഗങ്ങൾ വളരെ മോശക്കാരായിരുന്നു, ദുഷ്ടന്മാരായിരുന്നു. ഒരു വിഭാഗം ഇത്തിരി നല്ലവരായിരുന്നു, അവരത്ര പ്രസാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തി ബാക്കി 21 പേരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. ഇന്ന തുറക്ക ഇന്നമാ സുമ്മു ബിദാലി ഹീന ബന ദുൽഖർനൈൻ അസദ് കെട്ടിക്കെട്ടിയപ്പോൾ യജൂജ് മഅജൂജിന്റെ 21 വിഭാഗങ്ങളെയും കെട്ടിനപ്പുറത്താക്കുകയും തുർക്കികളെ ഇങ്ങോട്ടാക്കി രക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അൽ-ബിദായത്തുൻ നിഹായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതേപോലെ അവരുടെ ഇത്രയും ഫസാദ് ഫിത്ന ഇവർ കാണിച്ചിരുന്നില്ല, അതുകൊണ്ട് അവരെ കെട്ടിനെ പുറത്താക്കി. അതുകൊണ്ടാണ് അവരെ തുർക്കി എന്ന് പേര് വന്നത്. ഈ തുർക്കികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്കാറ തലസ്ഥാനമായി ഉർദുഗാൻ ഭരിക്കുന്ന ആ ഏരിയ മാത്രമല്ല, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. തുർക്കികൾ എന്ന് പറയുന്നത് വലിയൊരു സമൂഹമാണ്. ഏഷ്യയിലും യൂറോപ്പിലും പരന്നു കിടക്കുന്ന വലിയ തുർക്കി സമൂഹം വലിയൊരു സമൂഹമാണ്. ഇന്ന് ആ പേരിൽ ആ രാജ്യത്ത് മാത്രം പ്രത്യേകമായി സ്പെസിഫിക്കായി അറിയപ്പെട്ടു എന്ന് മാത്രം. പക്ഷേ ചരിത്രത്തിൽ ബിലാദ് തുർക്കി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തുർക്കി മുതൽ കിഴക്ക് ചൈനയുടെ ഭാഗം വരേക്കും വിശാലമായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. തുർക്കികൾ യൂറേഷ്യയുടെ വടക്കും മധ്യഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് തുർക്കി ജനത. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും വടക്ക് ഭാഗത്തും മധ്യഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും തുർക്കിക് ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന ഭാഷകളാണ് ഇവർ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ തുർക്കിക് എന്നത് അസർബൈജാനി, അസാഖ്, തർത്താർ, കിർഗിസ്, തുർക്കിഷ്, തുർക്ക്മൻ, ഉയ്ഗൂർ, ഉസ്ബക് എന്നിങ്ങനെയുള്ള ഇപ്പോഴത്തെ ജനവിഭാഗങ്ങളെയും ഹൂണർ, ബുൾഗർ, കുമാൻ, അവാർ, സൽജൂഖ്, ഖദാർ, ഒട്ടോമൻ, മംലൂക്, തിമൂർ, ഷിയോഗ്നു എന്നിങ്ങനെയുള്ള പുരാതന ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി വിശാലാർത്ഥത്തിലാണ് തുർക്കികളെ വിവക്ഷിക്കപ്പെടുന്നത്. ഇത്രയും സ്ഥലമാണ് പൊതുവെ ബിലാദ് തുർക്കെന്ന്. ഇതാണ് ഈ തുർക്ക്. ഇപ്പോഴത്തെ തുർക്കി ഇതാണ്. അങ്കാര തലസ്ഥാനമായി ഉർദുഗാൻ ഭരിക്കുന്ന ഈ തുർക്കി ഇതാണ്. ഇവിടെ മുതൽ ഏകദേശം ഇത്രത്തോളം ഏരിയ മൊത്തം തുർക്കി ബിലാദ് തുർക്കാണ്. അവിടെ മൊത്തമാണ് യജൂജ്, അല്ല ഈ ഭാഗത്തുള്ള തുർക്കികൾ യജൂജുകളാണെന്നല്ല, മൊത്തം. ഇവിടെയൊക്കെ കുറച്ചൊക്കെ നന്നായി വരുന്നുണ്ട് യൂറോപ്പിന്റെ സഹോദരങ്ങളിൽ. അങ്ങനെ അടിസ്ഥാനപരമായി പറഞ്ഞാൽ യജൂജുകൾ കിഴക്കനേഷ്യക്കാരാണ്. ചൈനീസ്, മംഗോളിയ, റഷ്യ തുടങ്ങിയ രാജ്യത്തെ ജനതയാണെന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഖുറൂജ് യജൂജ് മഅജൂജ് അവരുടെ പുറപ്പാടിനെ കുറിച്ച്. അവരുടെ പുറപ്പാടെന്ന് വെച്ചാൽ അവരുടെ ആക്രമണങ്ങളായിരിക്കും. അവരുടെ ആക്രമണങ്ങൾ പല വിധത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനമായി ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നടക്കുന്ന ആക്രമണമായിരിക്കും ഏറ്റവും വലിയ ആക്രമണവും അവരുടെ ഏറ്റവും അവസാനത്തെ ആക്രമണം. ദുൽഖർനൈൻ എല്ലാ യജൂജ് മഅജൂജ് വിഭാഗങ്ങളെയും കെട്ടിക്കെട്ടിയിട്ടില്ല. അവിടെ മാത്രമുള്ള അന്ന് ഇവരെ ജനതയെ ആക്രമിക്കാൻ വരുന്നിരുന്ന ആ ജനതയെ, ആ സമൂഹങ്ങളെ മാത്രമാണ് കെട്ടിയത് എന്നാണ്. മാത്രമല്ല ഇവിടെ മറ്റൊരു ചരിത്രകാരന്മാർ ഇങ്ങനെ കൂടി നിരീക്ഷിക്കുന്നുണ്ട്. കാസ്പിയൻ തീരം എന്ന് പറയുന്നത് ഓയിൽ റിസർവുള്ള ഒരു നല്ല വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണെന്നാണ്. അത് അവിടെ അന്ന് വിദേശ ശക്തികൾ അല്ലെങ്കിൽ അന്നത്തെ സാമ്രാജ്യത്വ ശക്തികൾ ഈ ഭൂമി ചൂഷണം ചെയ്ത് ഓയിൽ റിസർവ് തകർക്കാനും അവിടെ നിന്ന് ചൂഷണം ചെയ്യാനുമായി വന്നപ്പോഴാണ് ദുൽഖർനൈനെ സമീപിച്ചവർ അവരെ തടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്നാണ് ഒരു മതം. അതുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും അന്ന് അദ്ദേഹം കെട്ടിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ചൈനയിലെ വൻമതിൽ ഉണ്ടാക്കിയത് മറ്റൊരു തരം യജൂജ് മഅജൂജിന്റെ മറ്റൊരു തരം മംഗോളിയർ ആക്രമണത്തിന്റെ ഭാഗത്തെ തടുക്കാൻ വേണ്ടിയാണ് കുൻഷിയാങ് ചൈനീസ് വൻമതിൽ അന്ന് കെട്ടിയത്. അതുപോലെ ഇന്ന് ദുൽഖർനൈൻ കെട്ടിയത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഏതാനും ചില വിഭാഗത്തിന്റെ മാത്രം ആക്രമണങ്ങളെ തടുക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. فإذا جاء وعد ربي حقا جعله دكا فإذا جاء وعد ربي جعله دكا وكان وعد ربي حقا. എന്റെ നാഥന്റെ വാഗ്ദത്ത ദിനം വന്നു കഴിഞ്ഞാൽ ഈ മതിലിനെ
അള്ളാഹു തകർത്ത് തരിപ്പണമാക്കും. അതോടുകൂടി യജൂജുകൾ ഭൂമിയിലേക്ക് ഇറങ്ങും, മുസ്ലിങ്ങളിലേക്ക് ഇറങ്ങും, ലോകത്തേക്ക് ഇറങ്ങും, സർവനാശവും ഇറങ്ങും. ഭൂമിന്റെ നാനാം മേഖലയിൽ നിന്നും, 4 കോണുകളിൽ നിന്നും, എല്ലാ കുന്നുകളിൽ നിന്നും, എല്ലാ പർവ്വതങ്ങളിൽ നിന്നും, എല്ലാ ഗുഹകളിൽ നിന്നും എല്ലാം അവർ ആർത്തിരച്ച് ഇരമ്പി വരുമെന്നാണ്. عن زينب ابنة جحش أن رسول الله صلى الله عليه وسلم دخل عليها يوما فزعا يقول لا إله إلا الله ويل للعرب من شد قد اقترب فتح اليوم من ردم يأجوج مثل هذه وحلق بإصبعه الإبهام والتي تليها. സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരിക്കൽ റസൂലുള്ളാഹി പെട്ടെന്ന് ഉറക്കിൽ എണീറ്റ് അസ്വസ്ഥനായിക്കൊണ്ട് ഭയവിഹ്വലനായിക്കൊണ്ട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ അറബ്, അറബികൾക്ക് നാശം, അറബികൾക്ക് നാശം. മിൻ ശർരിൻ ഖദ് ഇഖ്തറബ്, അടുക്കാനിരിക്കുന്നു, നാശം അടുത്തു വന്നിരിക്കുന്നു, ദോഷം ഫിത്ന അടുത്തു വന്നിരിക്കുന്നു. ഫുതിഹൽ യൗമ മിൻ റദീമി യഅജൂജ മഅജൂജ മിസ്ല ഹാദിഹി, ഇത്രത്തോളം യഅജൂജ് മഅജൂജിന്റെ കെട്ട് ഇന്ന് പൊട്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാശം, ഫിത്ന, ദോഷം, അപകടങ്ങൾ, ഫസാദ് എപ്പോഴും കടന്നു വരാം. വൈലുൽ അറബ്, അറബികൾക്ക് നാശം, അറബികളെക്കും അറബികളെ പിന്തുടരുന്ന ഹാമിൽ ഖുർആനികളായ മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും നാശം. قالت زينب فقلت يا رسول الله أفنهلك وفينا صالحون, നമ്മൾ അപകടത്തിൽപ്പെടുമോ? നമ്മൾ സാലിഹ്യങ്ങളായ വ്യക്തികളില്ലേ, നല്ല മനുഷ്യന്മാരില്ലേ? അഫനഹ്ലിക് വഫീന സാലിഹൂൻ ഖാല നഅം ഇദാ കസറൽ ഖബസ്, ഇദാ കസറൽ ഖബസ്, ഖബസ് അധികരിച്ചാൽ, ദോഷം അധികരിച്ചാൽ, പാപങ്ങൾ ചെയ്ത് കൂട്ടിയാൽ, ഈമാനിന്റെ ആവേശം ഹൃദയത്തിൽ നിന്ന് വിട്ടുപോയാൽ ഏത് യജൂജും എപ്പോഴും കടന്നാക്രമിക്കാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവരുടെ മുഫ്സിദൂന ഫിൽ അർദ്, അവരുടെ ഇഫ്സാദ് എന്തായിരുന്നു എന്നാണ്. അവർ നരഭോജികളായിരുന്നുവെന്നും ഭക്ഷണങ്ങൾ എടുത്തുകൊണ്ടുപോയി തിന്നിരുന്നുവെന്നും വിളവെടുപ്പ് കാലത്ത് ആർത്തിരമ്പി വന്ന് എല്ലാ വിളകളെയും നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ഉണങ്ങിയതിനൊക്കെ ശേഖരിച്ചു കൊണ്ടുപോകുമായിരുന്നുവെന്നും, അതുപോലെ ബാക്കിയുള്ള പൊതുവെ മനുഷ്യർ അറിയപ്പെട്ട എല്ലാതരം ഫിത്നകളും അവർ ചെയ്തിരുന്നുവെന്നാണ്. അവർ ഈ കെട്ടിനാൽ കെട്ടിനപ്പുറത്തേക്ക് മാറ്റിരുത്തപ്പെട്ട യജൂജ് മഅജൂജ് രക്ഷപ്പെടാൻ വേണ്ടി എന്നും ഈ കെട്ടിനെ തകർത്തുകൊണ്ടേയിരിക്കും, കുഴിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഹദീസ് അതാണ് ഖുറൂജ് യജൂജ് മഅജൂജിന്റെ മറ്റൊരു പുറപ്പാട്. ഇന്ന യജൂജ് മഅജൂജ് യഹ്ഫറുന സദ്ദ കുല്ല യൗമിൻ, എന്നും സദ്ദ പൊളിക്കാൻ വേണ്ടി കുഴിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ ഇദാ കാദു യഖ്റഖൂനഹു ഖാല അല്ലദീ അലൈഹിം ഇർജിഉ, അത് പൊട്ടാനാകുമ്പോൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കളച്ച് കൊത്തി മാന്തി പൊട്ടാനാകുമ്പോൾ അവരുടെ ഫോർമാൻ, അവരുടെ മുദീർ അവരോട് പറയും, ഓക്കെ ഇന്നത്തേക്ക് നിർത്താം, നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ വരാം. നമുക്ക് നാളെ വന്നിട്ട് ബാക്കി പൊളിക്കാം. പക്ഷേ അവർ പിന്നീട് പിറ്റേ ദിവസം തിരിച്ചു വരുമ്പോഴേക്കും ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ പൂർവാധികം ശക്തിയിൽ അള്ളാഹു ആ മതിലിനെ മടക്കി പൂർവാധികം രീതിയിൽ മടക്കിയിരിക്കും. അങ്ങനെ അള്ളാഹു താല അവരെ പുറത്തെടുക്കാൻ വേണ്ടി, പുറത്ത് ചാടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അന്നും അവർ പിടിക്കുകയായിരിക്കും. അന്ന് അവരുടെ മാനേജർ അവരോട് പറയും, രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിക്കുകയാണ്. അവസാനം രാത്രിയാകുമ്പോൾ മാനേജർ അവരോട് മുദീർ പറയുകയാണ്, നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ബാക്കി കുടിക്കാം. അദ്ദേഹം ഇസ്തിസ്നാ ചെയ്ത് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നമുക്ക് ബാക്കി പൊളിക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ അവർ എങ്ങനെയാണ് ഇന്നലെ ഇട്ടേച്ച് പോയത് അതുപോലെ തന്നെ ഇന്നുണ്ട്, അത്രയും കളച്ച ഭാഗം അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെ ഇന്ന് പിറ്റേ ദിവസം അവർ വളരെ ഈസിയായി പൊളിച്ച് തകർത്ത് ഫയഖ്റുജൂന അലന്നാർ. അങ്ങനെ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭൂമിയുടെ അവസ്ഥ എന്താണ്? ദജ്ജാലിന്റെ പരാക്രമണം സഹിക്കാതെ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനോട് ദുആ ചെയ്തിരിക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തെ കാണുമ്പോഴേക്കും ദജ്ജാൽ ഈസാ നബി അലൈഹി സ്വലാമിനെ കാണുമ്പോഴേക്കും
വെള്ളത്തിൽ ഉപ്പലിയുന്നത് പോലെ അലിഞ്ഞലിഞ്ഞ് നശിച്ചില്ലാതായിത്തീരുന്നു. അങ്ങനെ ദജ്ജാലിനെ കൊന്ന് ഈസാ നബിയും മുസ്ലിങ്ങളും ഒരു സമാധാനത്തിലെത്തിയിരിക്കുമ്പോൾ ഫബൈനമാഹും കദാലിക്, ആ അവസ്ഥയിൽ അല്ലാഹു തആല ഈസാ നബിക്ക് വഹി അറിയിക്കുകയാണ്, ഇന്നി ഖദ് അഖ്റജ്തു ഇബാദൻ മിൻ ഇബാദി, ഈസാ അലൈഹിസ്സലാം ഞാൻ നിങ്ങളുടെ ഭൂമിയിലേക്ക് മറ്റൊരു ജനതയെ അയക്കുകയാണ്. അത് അവരെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല, ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. എന്റെ അടിമകളെയും കൂട്ടി നിങ്ങൾ ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ ഒഴിഞ്ഞു പോയിക്കൊള്ളുക, അവരെ രക്ഷപ്പെട്ടുകൊള്ളുക. അവരെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല, അവരെ പ്രതിരോധിക്കാനാകില്ല. അങ്ങനെ ഫയതഊന ബിലാദഹും, ഭൂമിയിൽ ഇറങ്ങി മുസ്ലിം നാടുകളിൽ ഇറങ്ങി ഫയതഊന ബിലാദഹും വലാ യഅതൂന അലാ ശൈഇൻ ഇല്ലാ അഹ്ലകൂ, അവർ കാണുന്നതിന് എല്ലാത്തിനെയും നശിപ്പിക്കും. വലാ യമറുന അലാ മാഇൻ ഇല്ലാ ശരിബൂഹ്, എല്ലാ വിളകളും എല്ലാ വസ്തുക്കളും അവർ നശിപ്പിക്കും. അങ്ങനെ ഫതമറുൽ ദുംറത്തുൽ ഊലാ ബിൽ ബുഹൈറ അത്തബരിയ, യജൂജ് മജൂജിന്റെ ഒന്നാം സംഘം വരുമ്പോൾ വഴിയിൽ കാണുന്ന വെള്ള തടാകളൊക്കെ കുടിച്ചു പറ്റുകയാണ്. പിന്നീട് വരുന്നതിലെ രണ്ടാം വിഭാഗം. അപ്പോൾ അവിടെ പുഴയിൽ വെള്ളമൊന്നും ഉണ്ടാകില്ല, അവിടെ വെറും ചേറും ചളിയും മണ്ണുമായി. അപ്പോൾ അവർ ആ ചേറും മണ്ണും ചളിയുമൊക്കെ അവർ നക്കി തിന്നും. അങ്ങനെ അതിനുശേഷം മൂന്നാം വിഭാഗം കടന്നു വരുന്നു. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ വെള്ളം എവിടെ? അവിടെ ഇപ്പൊ ആകെ ഉണങ്ങി വറ്റി വരണ്ട് കിടക്കുകയാണ്. കാരണം മുന്നേ വന്ന് 2 മാസം നമ്മൾ ആകെ നക്കി തുടച്ചു പോയിരിക്കല്ലേ, ഒന്നും ബാക്കിയില്ല. അങ്ങനെ മിൻഹും, ഈ അപകടകരമായ ഈ ഭീകരത കാണുമ്പോൾ ജനങ്ങളെല്ലാവരും പേടിച്ചു മാറി നിൽക്കും. അവരെ പ്രതിരോധിക്കാനായി ഒരു ശക്തിക്കും കഴിയുന്നില്ല. ജനങ്ങൾ പേടിച്ച് ഭയവിഹലരായി മാറി നിൽക്കുന്നു. അങ്ങനെ ഈ യജൂജ് മജൂജ് ശക്തികൾ പറയുന്നു, ഖതൽനാ അഹ്ലൽ അർദ്, നമ്മൾ ഭൂമിയിൽ എല്ലാവരെയും തോൽപ്പിച്ചു, എല്ലാവരെയും കൊന്നു. ഇനി ബാക്കിയുള്ളത് ആകാശത്തുള്ളവരാണ്. അങ്ങനെ സുമ്മയർമൂന ബിസിഹാമിഹിം ഇല സമാ, അവർ ആകാശത്തിലേക്ക് അമ്പെയ്യും. അങ്ങനെ അല്ലാഹു തആല അമ്പുകളെ രക്തം പുരട്ടി തിരിച്ചയക്കും പരീക്ഷണമായിട്ട്. അപ്പോൾ അവർ വിചാരിക്കും, ആകാശത്തുള്ളവരെ കൂടി ഞങ്ങൾ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഖതൽനാ അഹ്ലൽ അർദ് വഗലബ്നാ അഹ്ലസ് സമാ, ഭൂമിയിലെല്ലാവരെയും കൊന്നു കഴിഞ്ഞു, ആകാശത്തുള്ളവരെ ഞങ്ങൾ കൊന്നു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ തന്നെ മതി, ഞങ്ങൾ ദൈവമില്ല, ആരുമില്ല, ഞങ്ങൾ തന്നെ വലിയവർ എന്ന് അഹങ്കരിച്ച് നടക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, മുസ്ലിങ്ങൾ ദുആ ചെയ്യുകയാണ്. ആ ദുആയുടെ ഫലമായിട്ട് അല്ലാഹു തആല അവർക്ക് പരീക്ഷണമായിട്ട് ഒരുതരം പുഴുക്കളെ, ഒരുതരം പക്ഷികളാണെന്ന് അഭിപ്രായമുണ്ട്, പുഴുക്കളെ അവരുടെ പിരടിയിലൂടെ പുറത്തു വന്ന് ആ പുഴുക്കൾ അവരെ തിന്നൊടുക്കി അവർ ചത്തു വീഴുകയാണ്. എല്ലാവരും ഉടനടി ചത്തു വീണ് ആകെ ചീഞ്ഞു നാറുകയാണ്. പിന്നീട് എല്ലാ യജൂജ് മജൂജുകളും ഈ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ചത്തൊടുങ്ങി. പിന്നീട് അല്ലാഹു തആല ഒരു തരം പക്ഷികളെ അയക്കുന്നു. ആ പക്ഷികൾ ഇവരെ കുത്തിയെടുത്ത് കടലിലേക്കോ മറ്റു വിജന പ്രദേശങ്ങളിലേക്കോ കൊണ്ടിടുന്നു. പിന്നീട് അല്ലാഹു തആല ഒരു ഐനൽ ഹയാത്ത്, വലിയൊരു പുണ്യാഹം തളിക്കാനായി, ഭൂമി കഴുകാനായി പുണ്യതീർത്ഥം അല്ലാഹു തആല ഇറക്കുന്നു. അങ്ങനെ 40ഓളം ദിവസം ഭൂമി കഴുകി ഭൂമി വൃത്തിയായി ഈസാ നബി അലൈഹി സ്വലാമും മുസ്ലിങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് അല്ലാഹു തആല പറയുന്നു ഭൂമിയോട്, വയഖാലുൽ അർദ് അംബതി സമറതികി വറുദ്ദി ബറകതകി, ഭൂമിയെ നീ നിന്റെ സമരത്തിനെ പുറത്തെടുത്ത്, നിന്റെ വിളയെ നീ പുറത്തെടുത്ത്, നിന്റെ ഫലങ്ങളെ നീ ജനങ്ങൾക്ക് നൽകൂ. വറുദ്ദിയെ ബറകതകി, നിന്റെ നന്മയെ, നിന്റെ ബറക്കത്തിനെ നീ ജനങ്ങൾക്ക് കൊടുക്കൂ. കാരണം യജൂജ് മജൂജ് ഭൂമിയിലുള്ളത് കൊണ്ടായിരുന്നു, ആ സാമ്രാജ്യത്തെ ശക്തികൾ ഭൂമിയിലുള്ളത് കൊണ്ടായിരുന്നു, ആ ഭീകരവാദികൾ ഭൂമിയിലുള്ളത് കൊണ്ടായിരുന്നു, ഭൂമിയിലെ ഫിത്നയും ഫസാദും ഭൂമിയുടെ ബർക്കത്ത് പോലും നഷ്ടപ്പെട്ടത് ഇതുകൊണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞു, എല്ലാവരും പോയി. അംബിതി സമറത്തക്കി വറുദ്ദി ബറക്കത്തക്കി. അങ്ങനെ ഒരു റുമ്മാൻ പഴത്തിൽ നിന്ന് ഒരു വീട്ടിലെ ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹത്തിന് മൊത്തം തിന്നാൻ പറ്റുന്നു അത്രയും നല്ല രീതിയിൽ ഭൂമി വിളവ് നൽകി. ഒരു ഒട്ടകത്തിന്റെ ഒരു കറവയിൽ നിന്ന് ഒരു വീട്ടിലെ എല്ലാവർക്കും കുടിക്കാൻ, അതുപോലെ ഒരു ആടിന്റെ ഒരു കറവയിൽ നിന്ന് ഒരു സമൂഹത്തിന് മൊത്തം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ വിളവും ഫലവും എല്ലാം ജനങ്ങൾക്ക് കിട്ടിയെന്നാണ് ഹദീസിൽ കാണുന്നത്. അങ്ങനെ ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് അല്ലാഹു അസ്സ വജൽ
അല്ലാഹു തആല റിഹൻ തയ്യിബൻ, ഒരു നല്ല ഒരു ഇളം തെന്നലാക്കുന്നു. ആ ഇളം തെന്നൽ ഈ സത്യവിശ്വാസികളുടെ കക്ഷത്തിൽ പിടിച്ച് അവരുടെ റൂഹിനെ മെല്ലെ പിടിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ മുഅ്മിനീങ്ങളുടെയും റൂഹ് ആ കാറ്റിലൂടെ അള്ളാഹു പിടിക്കുന്നു. അതിനുശേഷം പിന്നെ ഭൂമിയിൽ ബാക്കിയാവുന്നത് ഏറ്റവും ഫിത്നയുള്ള, ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും ദുഷ്ടന്മാരായ ജനങ്ങളായിരിക്കും. അവർക്ക് മേലാണ് ഈ അന്ത്യനാൾ വന്ന് ഭവിക്കുക. ഇതാണ് ഖുറൂജ് യഅ്ജൂജിനെ കുറിച്ച് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് ഹദീസിൽ വിവരിക്കുന്നത്. ഇനി ഞാൻ യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ച് മർഹം കെ.വി. മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ ഖുർആൻ വ്യാഖ്യാനത്തിൽ ഒരു ഭാഗം വായിക്കുകയാണ്. യഅ്ജൂജ് മഅ്ജൂജ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പുത്രനായ യാഫിത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്നതിൽ ചരിത്രകാരന്മാർക്കും ഖുർആൻ വ്യാഖ്യാതാക്കൾക്കുമിടയിൽ ഭിന്നിപ്പൊന്നുമില്ല. യൂറോപ്യൻ ഭാഷയിൽ ഇവർക്ക് കാക് മീകാക്, ഗോഗ് മാഗോഗ് എന്ന് പറയുന്നു. ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിൽ നൊഅ്മാനോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല കാലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെട്ടവരാണ്. ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും മഅ്ജൂജ് വർഗത്തിൽപ്പെട്ടവരാണ്. റഷ്യക്കാർ യഅ്ജൂജ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. താർത്താരികൾ യഅ്ജൂജും മുഗളവർഗം മഅ്ജൂജുമാണ്. ഇവർ രണ്ടു കൂട്ടരും തുർക്കി വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. പിന്നെ കെട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, കോക്കസിലെ ദാരിയാൽ മലയിടുക്ക് കടന്നു ചെന്ന് അതിനപ്പുറം താമസിച്ചിരുന്നവരുടെ ധനം കൊള്ളയടിക്കുകയും ഭീകരപ്രവർത്തനങ്ങൾ നടത്തിവരികയും ചെയ്തിരുന്ന താർത്താരികളെയും മുഗളരെയും തടയേണ്ടതിനാണ് ദുൽഖർനൈൻ ഭിത്തി നിർമ്മിച്ചത്. ഇവരുടെ ആദ്യകാല വാസസ്ഥലം ഉത്തരേഷ്യയായിരുന്നു. തെക്കു ടിബറ്റും ചൈനയും തുടങ്ങി വടക്കു ശാന്തസമുദ്രം വരെയും പടിഞ്ഞാറ് തുർക്കിസ്ഥാൻ വരെയും അത് നീണ്ടു കിടക്കുന്നു. അത്രയും വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു. യഅ്ജൂജ് മഅ്ജൂജിന്റെ പ്രവേശനം തടയുവാനാണ് ദുൽഖർനൈൻ കെട്ട് നിർമ്മിച്ചത്. അതിന് അഭ്യർത്ഥിച്ച ജനതയുടെ ആവശ്യപ്രകാരം 2 പർവ്വതങ്ങൾക്ക് ഇടയിൽ മാത്രമാണ്. ആ മാർഗത്തിലൂടെയാണ് ശത്രുക്കൾ പ്രവേശിച്ചിരുന്നത്. അക്രമികളുടെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം മതിൽ കെട്ടിയിട്ടില്ല. യഅ്ജൂജ് മഅ്ജൂജ് വർഗം വളരെയധികം പേരുണ്ടെന്ന് പുണ്യ നബിയുടെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ദുൽഖർനൈൻ നിർമ്മിച്ച കെട്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് ഖുർആനിലോ സ്ഥിരപ്പെട്ട നബി വചനത്തിലോ തെളിവില്ല. വൈദുൽ അറബ് എന്ന ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇതിനെ പറയുന്നു, ആ കെട്ട് പൊട്ടിയിട്ടുണ്ടായിരിക്കുമെന്നും യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെട്ട് കഴിഞ്ഞുവെന്നും അവരുടെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശല്യങ്ങൾ, അവരുടെ ഉപദ്രവങ്ങൾ പല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ കാണാനുണ്ടെന്നും പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നു. ആ അഭിപ്രായം തന്നെയാണ് മർഹം കെ.വി. മുഹമ്മദ് മുസ്ലിയാർ ഇവിടെ ഉദ്ധരിക്കുന്നത്. ദുൽഖർനൈൻ നിർമ്മിച്ച കെട്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് ഖുർആനിലോ സ്ഥിരപ്പെട്ട നബി വചനത്തിലോ തെളിവില്ല. എന്റെ രക്ഷിതാവിന്റെ നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ അത് തകർത്ത് കളയുമെന്ന് ദുൽഖർനൈൻ പ്രസ്താവിച്ചതായി സൂറത്തുൽ കഹ്ഫ് 98-ാം വാക്യം പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ സമയമാണുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ നാശമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ആ കെട്ടിന് ചില നാശങ്ങൾ വന്നതായി ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച നബിവചനം കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. അത് ഇന്നും നിലവിലില്ല എന്നാണ് പലരുടെയും അഭിപ്രായം. ഭിത്തി പൊട്ടിയ ഉടനെ തന്നെ ആ മാർഗത്തിലൂടെ ആക്രമണം ഉണ്ടാകുമെന്നും ഖുർആനിൽ ഇല്ല. യഅ്ജൂജ് മഅ്ജൂജിന്റെ പുറപ്പെടൽ കൊണ്ടുള്ള ഉദ്ദേശം അവരുടെ ആക്രമണവും അവർ വരുത്തുന്ന നാശങ്ങളുമാണ്. അതിൽ ഏറ്റവും ഭയാനകമായത് ഈസാ നബി അലൈഹി ഇസ്ലാം വരികയും ദജ്ജാലിനെ കൊല്ലുകയും ചെയ്ത ശേഷം ഉണ്ടാവുന്നവരുടെ പുറപ്പാടാകുന്നു. യഅ്ജൂജ് മഅ്ജൂജിന്റെ പുറപ്പാടിനെ പറ്റി ഇവിടെ പറഞ്ഞത് കൂടാതെ സൂറത്തുൽ അംബിയ 96-ലും പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഏറ്റവും ഭയാനകമായതും ഈസാ നബി അലൈഹി ഇസ്ലാം വന്ന ശേഷമുള്ളതുമായ പുറപ്പാടാണെന്ന് പുണ്യ നബിയുടെ ഹദീസിൽ തെളിയുന്നതാണ്. രക്തച്ചൊരിച്ചിലിനും ക്രൂരകൃത്യങ്ങൾക്കും കുപ്രസിദ്ധി നേടിയ ചെങ്കിസ് ഖാൻ മംഗോളിയൻ ഗോത്രങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തേക്ക് നടത്തിയ ആക്രമണം ചരിത്രത്തിൽ തുല്യത ഇല്ലാത്തതായിരുന്നു. അത് മുസ്ലിം ലോകത്തിന് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അവർണ്ണനീയമാണ്. അതും യഅ്ജൂജ് മഅ്ജൂജിന്റെ പുറപ്പാട് തന്നെ. നമ്മൾ ചരിത്രകാരന്മാർ പറയുന്ന പോലെ ആ അപരിഷ്കൃത സമൂഹം മാത്രമായിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുന്ന പല ശക്തികളും ഈമാനിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, അറബികൾക്കെതിരെ, ഖുർആൻ വഹിക്കുന്നവർക്കെതിരെയുള്ള ഏത് ശക്തികളും യഅ്ജൂജ് മഅ്ജൂജിന്റെ വിവക്ഷയിൽ പെടുന്നുവെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം പറഞ്ഞു യഅ്ജൂജ് മഅ്ജൂജ് ചൈന, റഷ്യ, മംഗോളിയ തുടങ്ങിയ ഏരിയയിൽ നിന്നാണ്. ബൈബിളിൽ പറയുന്നു, ബൈബിൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നോഹയുടെ പുത്രനായ ഷേം, ഹേം, യാഫേൽ എന്നിവരുടെ വംശപാരമ്പര്യമാവിത്.
ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫരിന്റെ പുത്രന്മാർ ഗോമേർ, ഗോഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മോശക്ക്. യാഫത്തിന് 5 മക്കളുണ്ടായിരുന്നു. 5ാമത്തെ വ്യക്തിയുടെ പേര് മോശക്ക്. പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ 5ാമത്തെ മകന്റെ പേരായിട്ട് മോശക്ക് എന്ന് പറയുന്നു. അതിൽ തന്നെ ബൈബിൾ എസ്കലേസ് വിശേഷത്തിൽ 38-39 അധ്യായങ്ങൾ ഇങ്ങനെ പറയുന്നത്. ബുക്ക് ഓഫ് എസിക്കൽ ഇംഗ്ലീഷ് പറയുന്നു. ബുക്ക് ഓഫ് എസിക്കൽ ചാപ്റ്റേഴ്സ് 38 and 39. Son of man, direct your face towards God of the land of Magog, prince, leader of Meshech. എന്ന് വെച്ചാൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, റോഷ്, മോശക്ക്, ഇവിടെ മോശക്ക് എന്നിവയുടെ പ്രഭുവായ മാഗോദ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് ഇങ്ങനെ പറയണം എന്ന രീതിയിലാണ് പോകുന്നത്. ഇവിടെ മോശക്ക് എന്നുള്ളത് ഒരു സ്ഥലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എസ്കലേസ് വിശേഷത്തിൽ മോശക്ക് എന്നുള്ളത് സ്ഥലമായിട്ടും പഴയ നിയമത്തിൽ 10ാം അധ്യായത്തിൽ മോശക്ക് എന്നുള്ളത് മകന്റെ പേരായിട്ടുമാണ് പറയുന്നത്. ഈ മോശക്കയിൽ നിന്നാണ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ഉണ്ടായതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതാണ് യജൂജും മോസ്കോയും റഷ്യയും തമ്മിലുള്ള ആ ബന്ധം. ചില പറയുന്നു യജൂജ് മജൂജിനാൽ വിവക്ഷിക്കപ്പെടുന്നത് താർത്താരി, മംഗോളി, ഹൂണർ, സീതിയർ മുതലായ പേരുകളിൽ കുപ്രസിദ്ധരും പ്രാചീന കാലം മുതൽക്ക് പരിസ്ഥിത രാജ്യങ്ങളുടെ മേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നവരുമായ റഷ്യ, ഉത്തര ചൈനീസ് ഗോത്രങ്ങളാണ്. അപ്പോൾ റഷ്യയും ചൈനയും മംഗോളിയ അതുപോലെ വിലായത്ത് തുർക്കിലെ ഭൂരിഭാഗം ജനങ്ങളുമാണ് ഈ യജൂജ് മജൂജ് എന്ന് വരുമ്പോൾ 150ഓളം വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇറങ്ങുന്നതിന് 4 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ മഹാനായ സയ്യിദ് മമ്പർ അലവി തങ്ങളുടെ കവിതയിലൂടെ ഈ വസ്തുത വളരെ വ്യക്തമായി പ്രവചനാത്മകമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. റഷ്യക്കാരെ പറ്റി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അസ്ഹാബു റൗസിൻ ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൻ മിനൽ ഖുദ്ദാമി. അവസാന കാലത്ത് ദജ്ജാലിന്റെ സഹായികളായി വരുന്നത് റഷ്യക്കാരായിരിക്കും. ദജ്ജാൽ ഒരു പ്രതീകമാണ്. ദജ്ജാൽ തിന്മയുടെ പ്രതീകമാണ്, നാശത്തിന്റെ ബിംബമാണ്. ഇത്തരം ശക്തികൾ, ഇത്തരം സാമ്രാജ്യത്വ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ എന്ന് വെച്ചാൽ ആന്റി മുസ്ലിം ഇസ്ലാമോഫോബിക് ശക്തികൾ എപ്പോഴും ഇസ്ലാമിനെതിരെ ഓരോ പ്രതീകങ്ങളെ ഇറക്കിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, ഭാവിയിൽ വരികയും ചെയ്യും. ചാനലുകളിലൂടെ, കവിതകളിലൂടെ, നാടകങ്ങളിലൂടെ, ഭീകരപ്രവർത്തനങ്ങളിലൂടെ, വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ എല്ലാം ഈ ദജ്ജാലിന്റെ, ഈ തിന്മയുടെ പ്രതീകങ്ങളെ, നാശത്തിന്റെ ബിംബങ്ങളെ അത്തരം ശക്തികൾ മുസ്ലിം ലോകത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കും. അവർ പറയുന്ന റഷ്യക്കാരെല്ലാം ദഹരികളാണ്. ദഹരികൾ എന്ന് വെച്ചാൽ ലാജീനിയ എന്ന് പറയും. വിക്കിപീഡിയയിൽ പറയുന്ന ദഹരി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ആദർശമുള്ള ഒരു വിഭാഗമായിരുന്നു. മതമില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത, ലാദിനീയ എന്ന് പറയാൻ പറ്റുന്ന ഒരു നിർമ്മത സമൂഹമായിരുന്നു. യുക്തിവാദികൾ എന്ന് പറയാം, നിരീശ്വരവാദികൾ എന്ന് പറയാം, പ്രകൃതിവാദികളെന്നും അവരെ പറ്റി പറയാം. അപ്പോൾ റഷ്യക്കാർ കൂടുതലും പ്രകൃതിവാദക്കാരാണ്, നിരീശ്വരവാദികളാണ്, യുക്തിവാദികളാണ്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലും അതുപോലെ മറ്റു രാജ്യങ്ങളും അസ്തമിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ ഭരണം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം അവസാനിക്കുന്നില്ല. അവർ ഇവിടെ അവരുടെ സംസ്കാരം ഇട്ടേച്ചു പോയിരിക്കുന്നു. അവർ പോയതിനു ശേഷം അവരുടെ സംസ്കാരത്തിൽ ആകർഷകരായി പിന്നീട് പ്രകൃതിവാദികളും നിരീശ്വരവാദികളും യുക്തിവാദികളും അധികരിക്കാൻ തുടങ്ങും. അങ്ങനെ നിരീശ്വരവാദത്തിൽ പോലും പഠിച്ച് ബിരുദമെടുത്ത് ഭരണകർത്താക്കളാവാൻ വേണ്ടി ഇവിടെ നമ്മുടെ ആളുകൾ പോലും, നമ്മുടെ സമൂഹങ്ങൾ പോലും പഠിക്കുന്നു, ശ്രമിക്കുന്നു. ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കുന്നത് മഹാനായ സയ്യിദ് മമ്പർ അലവി തങ്ങളുടെ ഈ കവിതയിലൂടെയും അദ്ദേഹം ദീർഘമായി അവതരിപ്പിക്കുന്നുണ്ട്. പുകവലിയെ പറ്റിയും അതുപോലെ
യുവാക്കളോട് മൂല്യച്യുതിയെ പറ്റുമൊക്കെ അദ്ദേഹം ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ റഷ്യ അതുപോലെ ഈ പാശ്ചാത്യ ശക്തികൾ, സാമ്രാജ്യ ശക്തികൾ നമുക്ക് മുസ്ലിം ലോകത്തേക്ക് 3 കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഒന്ന് ഹിപ്പി സംസ്കാരം, ഹിപ്പി കൂടെയുള്ള കഞ്ചാവ് സംസ്കാരം. 2 പുകവലി. 3 നിര്യാണിക്ക് കീഴെ തുണി താഴ്ത്തിയിടൽ. ഇത് 3ഉം നമുക്ക് കിട്ടിയത് യൂറോപ്പിൽ നിന്നാണെന്ന് ഇദ്ദേഹം സമർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇസ്ലാമിൽ പറയുന്നത് നിര്യാണിക്ക് കീഴെ തുണി ഇറക്കാൻ പാടില്ല. അതുപോലെ നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണരെ കണ്ടാൽ അറിയാം, അവർ മുട്ടിന് കീഴായിരിക്കും തുണി ഇട്ടുള്ളവ. അതുപോലെ ക്രിസ്ത്യൻ പാതിരിമാരും ഒക്കെ ഇവരൊക്കെ നിര്യാണിക്ക് മുകളിലായിരുന്നു വസ്ത്രം എടുത്തിരുന്നത്. പിന്നീട് ഇവർക്ക് ഈ സംസ്കാരം കിട്ടിയത് എവിടെ നിന്നാണ്? റഷ്യൻ ഓപ്പറകളിലൂടെയാണെന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലെല്ലാം പറഞ്ഞു വരുമ്പോൾ ഈ യജൂജ് ശക്തികൾ, സയനിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ശക്തികളോ അല്ലെങ്കിൽ പാർട്ടികളോ അല്ലെങ്കിൽ മതസമൂഹങ്ങളോ ഏതുമാകാം, മുസ്ലിം ലോകത്തിനെതിരെ, മുസ്ലിം ഉമ്മത്തിനെതിരെ ഏത് രീതിയിലും അവരെ നശിപ്പിക്കാനായി, അവരെ ആക്രമിക്കാനായി വരുന്ന ഏത് ശക്തികളും യജൂജിന്റെ വിവക്ഷയിൽപ്പെടുന്നുവെന്ന് നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാം. ഇത്തരമൊരു അവസരത്തിൽ ഈ ഫിത്നയുടെയും ഈ കലാപത്തിന്റെയും ഈ ദോഷങ്ങളുടെയും പാപങ്ങളൊക്കെ അധികരിക്കുന്ന ഈ സമയത്ത് നാം ചെയ്യേണ്ടത്, നാം ഒരു ഇൻവിസിബിൾ ബാരിയർ, ദുൽഖർനൈൻ അവർക്ക് വേണ്ടി കെട്ടിക്കൊടുത്ത ഇരുമ്പും ചെമ്പും ചേർത്ത് കെട്ടിക്കൊടുത്ത ഉറപ്പുള്ള മതിൽ പോലെ നാം ഒരു മതിൽ നമ്മുടെ ഹൃദയത്തിൽ കെട്ടേണ്ടിയിരിക്കുന്നു. ഖുർആനാകുന്ന ഇരുമ്പ് കൊണ്ടും ഹദീസാകുന്ന ചെമ്പ് കൊണ്ടും തീർത്ത, ഒരിക്കലും തുരുമ്പിക്കാത്ത, ഒരിക്കലും ഉറപ്പ് നഷ്ടപ്പെടാത്ത വളരെ ശക്തിയുള്ള ഒരു ഇൻവിസിബിൾ ബാരിയർ, ഒരു അമൂർത്തമായ ഒരു കെട്ട് നാം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ കെട്ടേണ്ടിയിരിക്കുന്നു. ആ കെട്ടിൽ നമ്മുടെ ഈമാനിനെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആദർശങ്ങളെ നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം, ഭദ്രമാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. അതാണ് ഹബസ് അധികരിച്ചാൽ എല്ലാ രീതിയിലും വരും. ആ ഹബസ് അധികരിക്കാതിരിക്കാനായി നാം ഇത്തരം ഒരു ശ്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.